മടക്കയുടെ തിരുനാൾ. സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ക്രൂരനായ ഹേരോദേസ് ചക്രവർത്തിയാൽ കൊല്ലപ്പെട്ട കുഞ്ഞു പൈതങ്ങളുടെ തിരുനാളാണ് ഇന്ന് സഭ ആഘോഷിക്കുന്നത്. യഹൂദന്മാർക്ക് ഒരു രാജാവ് ജനിച്ചിട്ടുണ്ടെന്ന പൗരസ്ത്യ ശാസ്ത്രന്മാരിൽ നിന്ന് ഹേരോദേസ് മനസ്സിലാക്കി. ഉടനെ യേശുവിനെ എങ്ങനെ നശിപ്പിക്കാമെന്ന് ഹേരോദേസ് ആലോചന തുടങ്ങി. രാജാക്കന്മാർ യേശുവിനെ ആരാധിച്ച് മടങ്ങുമ്പോൾ തന്റെ പക്കൽ വന്ന വിവരങ്ങൾ അറിയിക്കണമെന്ന് ഹേരോദേസ് ആവശ്യപ്പെട്ടു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് അവർക്ക് മറ്റൊരു സന്ദേശം ലഭിച്ചതിനാൽ അവർ ഹേരോദേസിനെ അവരുടെ മടക്കയാത്രയിൽ സന്ദർശിച്ചില്ല. 3 പേരെയും കാണാതായപ്പോൾ ഹേരോദേസ് അത്യധികം കുപിതനായി. ശാസ്ത്രന്മാരിൽ നിന്ന് സൂക്ഷ്മമായി ഗ്രഹിച്ച സമയത്തെ ആസ്പദമാക്കി ബെത്ലഹേമിലും പരിസരങ്ങളിലുമുള്ള 2 അതിൽ താഴെയോ പ്രായമുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും വധിക്കാൻ ഉത്തരവിട്ടു. ഏകദേശം 22 കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ മരണപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. ഈശോയെ പ്രതി മരിച്ച ഈ കുഞ്ഞു പൈതങ്ങളെ തിരുസഭ രക്തസാക്ഷികളായി വണങ്ങുന്നു. ഡിസംബർ 28 ഇവരുടെ ഓർമ്മ കൊണ്ടാടുന്നു. ഹേരോദേസിന്റെ സംഹാര ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് തിരുകുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്തത്. ഹേരോദേസിന്റെ ക്രൂരമായ അതിമോഹം ഫലിച്ചില്ലെന്ന് മാത്രമല്ല, താമസിയാതെ അദ്ദേഹത്തിന്റെ ശരീരം മാസകലം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ് സഹിച്ച് മരിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഹേരോദേസിന്റെ സ്വാർത്ഥതയാണ് കുഞ്ഞു പൈതങ്ങളുടെ കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. സർവ അധികാരത്തിന്റെ ഉറവിടമായി ലോകത്തിലേക്ക് അവതരിച്ച രാജാവിനെ ഇല്ലായ്മ ചെയ്താൽ തന്റെ ഭൂമിയിലുള്ള അധികാരം നഷ്ടപ്പെടില്ലെന്നുള്ള ഹേരോദേസിന്റെ ദുഷ്ടചിന്തയുടെ ഫലമായി സ്വജീവൻ ഹോമിക്കേണ്ടി വന്ന നിഷ്കളങ്ക രക്തസാക്ഷികളായ കുഞ്ഞു പൈതങ്ങളെ സ്വാർത്ഥഭിലാഷത്തിന്റെ തിക്തഫലം അനുഭവിക്കുന്നവരുടെ രോദനങ്ങൾ ശ്രവിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് അവർക്കായി സമാശ്വാസം നേടിക്കൊടുക്കണം. കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ ദിനത്തിൽ ഓഷ്യൻ സ്റ്റാർ കുടുംബത്തിൽ നിന്നും തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുന്നു.